ഷേക്കിന്റെ പിങ്ക് ജീവാഗണം ഇവിടെ ചോദിക്കുന്നുണ്ട് ആൾക്കാര്. കേറും, നാളെ കേറും. നാളെ കയറും. ഞാൻ ഉണ്ടല്ലോ ഇവിടെ. DNL ഇവിടെ ഫ്രണ്ടിൽ വാ, മീറ്റിംഗ് ഏരിയയിൽ വാ. അല്ല വേറെന്തോ ഇവിടെ പപ്പൂന് എന്തോ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട്. പപ്പുന് എന്താ സിറ്റുവേഷൻ? മുതുക്ക് കൂൾ ഡൗൺ ഉണ്ടോ DJ ആയിട്ട്? കൂൾ ഡൗൺ ഒന്നുമില്ല. എന്താ പപ്പു എന്താണ്? എനിക്കറിയത്തില്ല. വേറെ ഇല്ല ഒന്നുമില്ല. ഞാൻ പപ്പുനെ പിക്കിട്ടതായിരുന്നു. കേറ് കേറ് റാമ്പോ കേറ്. പപ്പയുടെ എന്താ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്തത് പുറത്തുണ്ടോ? ഒന്നും നോക്കണ്ട. പുറത്തെ സാറ്റ് നമ്മൾ നോക്കണ്ട കേട്ടോ ശേഖേ തൽക്കാലം. എന്താ സിറ്റുവേഷൻ ആണെങ്കിൽ കുറിപ്പ് എന്താ പറഞ്ഞ ഇത് സിറ്റുവേഷൻ ആരാന്ന് അറിയത്തില്ല. TJ ആണെന്ന് തോന്നുന്നു. പപ്പു നീ എവിടെടാ? ആരടാ പോകുന്നത്? മാക്കാണോ അത് മേലെ? ചുമ്മാ ഒന്ന് പോണേടാ. എന്ത് പറയാനാ ഇതിനൊക്കെ? ചുമ്മാ കൊണക്കുന്ന കേട്ടാ, ഒരു കാര്യമില്ലാതാ. മേക്ക എന്തിനാണ് പൊന്നെ മേക്ക? ആ ദൈവത്തിന് വരെ കൊന്നു. അഡ്മിനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ കാര്യം പറയാം. TJ കൊണച്ച് ഓക്കെ അമ്മരടുത്ത്. എവിടെ ലൊക്കേഷൻ? മുതുക്ക് റിപ്പയറാ. ഇറങ്ങി എന്തൊക്കെയാ? ഒരു മിനിറ്റ്. ആരെങ്കിലും പുറത്തിറങ്ങിട്ട് ഔട്ട് കോളോട് എല്ലാവരും ഉള്ളവരെടുത്ത് കയറാൻ പറ. കേറാൻ പറ, എല്ലാരോടും കേറാൻ പറ. ഇറങ്ങിയോടൊക്കെ തിരിച്ചു കയറാൻ പറ. എവിടെ ഒരു ശിഖണ്ഡി ആയിട്ടുള്ള TJ ഇല്ലേ, എവിടെയോ കണ്ട് അതുപോലെ തോന്നി, അതുകൊണ്ട് പറഞ്ഞാണേ. എവിടെ നോക്കട്ടെ? നീ എവിടെ? നീ പിങ്ങിട്ടാണ്. അല്ല ഞാൻ അവിടെ ഉണ്ട്, റിപ്പയറിലുണ്ടേ. നമ്മളുണ്ട് റിപ്പയറില്. നമ്മൾ റിപ്പയറിലുണ്ടല്ലോ. നീയാണോ ഈ വണ്ടി? പപ്പു ആണാ? ഞാൻ അവിടെ റിപ്പയറിലിതാ. നീ അവിടെ? ഇപ്പൊ TV മണപ്പിച്ചു വരും ഉറപ്പാണേ. ഒരു ഡൗട്ട് വേണ്ട. ഇപ്പൊ മണപ്പിച്ചു പുറത്തിറങ്ങിയപ്പോഴേ അവന്മാര് വണ്ടി കയറ്റിയപ്പോ ആ വണ്ടി ഓടി ചത്ത്. ഞാൻ അപ്പഴേ സോറി പറഞ്ഞു. അപ്പഴേ ആ ഏബിലെ കുണ്ണ വർത്താനം പറഞ്ഞ അടുത്ത് വന്നു. ഞാൻ എന്നിട്ട് എന്റെ അവിടെ നിക്കാൻ പറഞ്ഞു ചാവുന്ന വരാം. സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ ഇങ്ങ് വന്നു. TV ഒന്നുമില്ലേ? ഇത് വേറെ. ഇപ്പൊ സിറ്റുവേഷൻ TJ ആയിട്ടാണ്. വരോന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ ശരിക്കും നമുക്ക് ഇന്ന് വിടാം. നാളെ നോക്കാം. എല്ലാരോടും കേറാൻ പറ. എന്തിനാ നാളെ അല്ല പപ്പുനെ വിളിച്ചാണ്. കൊണച്ചിട്ട് ഇന്ന് നാളെന്നൊന്നുമില്ല ഇവിടെ. ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഒക്കെ പണ്ട് മനസ്സിലായോ? എനിക്കറിയത്തില്ല. എവിടെയോ കണ്ട പോലെ തോന്നുന്നു. ഞാൻ അതാ അമ്മയുടെ ചോദിച്ചു, അതാണോ ആ പുണ്യാണോ ഞാൻ ചോദിക്കുവായിരുന്നു അമ്മന്റെ അടുത്ത്. അല്ല പപ്പുനോട് എന്താ ആരാ പറഞ്ഞ? പപ്പുനോട് ആരാ കൊണച്ചില്ല. അവനെ കണ്ട പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചാണ്. രാവിലെ ഒരു താളമൊക്കെ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ്. ഇഷ്ടപ്പെട്ടുമ്പോ എന്തൊരു താളം പറഞ്ഞായിരുന്നു. എന്തൊരു താളാ പറഞ്ഞ കേക്കട്ടെ? ഇല്ലേ ഇനി വരുമ്പോ എടുക്കാൻ ശരിക്കേ എന്താന്ന് വെച്ചാൽ നോക്കിക്കോളാം. ഇവിടെ ഇത് TV അല്ല, TJയുടെ വെച്ചടിച്ച് അവന്റെ ചപ്പാവിന്റെ അടിച്ചിരിക്കണ്ടേ ചേക്കേ നമുക്ക്? ആ തിരിച്ചു കൊടുക്കണം. അത് ഉണച്ചിട്ടും അടിച്ചിട്ടും ഒക്കെ തന്നെ പോയാൽ മതി ഇവിടുന്ന്. അതൊക്കെ ഞാൻ പറയട്ടെ, ആള് ഉള്ള ആൾക്കാരെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഏത് കുണ്ണ വന്നാലും അടിച്ചിട്ട് പോയാൽ മതി. ഉള്ള ആൾക്കാരോട് പുറത്തുനിന്ന് കയറാൻ പറ. റൊസാരിയോ
പുറത്തുനിന്ന് ആൾക്കാരോട് കേറാൻ പറ. പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ച് കയറാൻ കേറിയാലും കേറിയില്ലേലും ഉള്ള ആൾക്കാരെ വെച്ച് അടിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ അടിക്കണം. മാലിക്കൊക്കെ ഇപ്പൊ പോയതുള്ളൂ. മാലിക്കിന്റെ അടുത്ത് അപ്പൊ ഹലോ ഗോഡ അല്ല ഷെയ്ക്ക് ഒന്ന് പറഞ്ഞേ. അയ്യോ റാംബോ ഉണ്ടോ? 3 പേരുണ്ടല്ലോ. നിങ്ങളുടെ ഗ്യാങ് മെമ്പർ അല്ല റൊസാരി. അപ്പൊ ഈ ഗ്യാങ് സിറ്റുവേഷനിൽ റൊസാരി ഇടപെടത്തരുത്. ഇനി അത് കണ്ടു കഴിഞ്ഞാൽ റൊസാരിയെ ബാനടിക്കും. റൊസാരി ഇനി ഇവരുടെ ഗ്യാങ് സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ റൊസാരിക്ക് ഞാൻ പണിഷ്മെന്റ് തരും. അല്ല ഇപ്പൊ ഞാനത് കേട്ടല്ലോ റൊസാരിയോ ആൾക്കാരെ വിളിച്ചു കയറ്റാണ്. ശരിക്കും അത് ശരിയല്ല. ഓക്കെ ഇനി അത് കാണരുത്. വേറൊരു കാര്യം പറഞ്ഞേക്കാം. ഒരെണ്ണം ആട് പറയാണ്. ഇവന്മാര് അല്ല നമ്മള് നേരത്തെ സംസാരിക്കാൻ വേണ്ടിട്ട് ആരോ റേഡിയോ കോൾ കൊടുത്ത് പോകണുണ്ട്. ഇപ്പൊ കണക്ട് ഒക്കെ ഇട്ടേക്കണം. അതുകൊണ്ട് പറഞ്ഞതാ. നമുക്ക് നിന്ന് ഞാൻ തരില്ലല്ലോ. മനസ്സിലായി. ഒന്ന് കൈനിട്ട് എടുക്കാന്ന് പറ. എല്ലാ കുണ്ണാളും ഒരുമിച്ച് വന്നു. വന്നു പറഞ്ഞു തീരുന്നപ്പോഴത്തേക്ക് വന്നു. കോണയാവേ മിക്കവാറും കോണയാവേ. എടാ എല്ലാരും പോസ്റ്റ് എടുത്ത് നിന്നോ. മിക്കവാറും കോണയാവേ. ഞാൻ പറഞ്ഞെന്തിനെന്നറിയാമോ? ഇല്ല ഞാൻ പറയട്ടെ. അല്ല ഞാൻ ഇറങ്ങാം. ഇപ്പൊ ഇറങ്ങാം. ഒരു 5 മിനിറ്റ്. എല്ലാരും ഒന്ന് വിളിച്ചു കയറ്റ്. അതാ പറഞ്ഞ ഗ്യാങ് ഹൗസ് വാ. എടാ ഒരാൾ വണ്ടി ഒന്ന് വെച്ചാണ് അവിടെ. ആ വണ്ടി ഈ പിങ്ങിലുള്ള വണ്ടി പോലെ. കേറാണ് പണ്ട് മുടച്ചുള്ള നൈസടാ. ഹോസ്റ്റേജ് എടുത്തിട്ട് പോയാൽ മതിയേ. ഡൗൺ ആവാണെന്നുണ്ടെങ്കിൽ. നൈസ്. അത്രേ ഉള്ളൂ. ജി പറ. അയ്യോ എനിക്ക് വയ്യ. ഒരു മിനിറ്റ് ചേട്ടാ. ഒരു മിനിറ്റ്. ഞാൻ ക്യാം ഓണാക്കട്ടെ. ഞാനൊന്ന് മെസ്സേജ് വിളിക്കട്ടെ. ഗ്രൂപ്പിൽ എല്ലാവരോടും കയറാൻ പറയട്ടെ.
കണ്ണാപ്പിനെ പൊന്തട്ടെ 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 പറ 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 ആ ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പൊ കത്തുട്ട കത്തിച്ചു ഇത്രയും വണ്ടികൾ വന്നാണ്ട് ഇനി ഇവിടെ കത്തിക്കും KVA ബാക്കപ്പ് വരാനെന്ത് KVA ഇതായ അതിന് ഇനി ചിലപ്പോൾ വരും വന്നാണ്ട് അടിച്ച് നമ്മളെയും കൂടി ഡൗൺ ആക്കിയാണ്ട് അവന്മാർ ഇതാക്കും അയ്യോ എൻ്റെ ഗ്രൂപ്പിലെ കോളിൻ്റെ പെർമിഷൻ പോയോ ഇതെന്താ ഹെലികോപ്റ്റർ നിന്ന് കറങ്ങുന്നു എടാ EMS അവിടെ എല്ലോ ഉണ്ടല്ലോടാ പ്രണവ് തൂക്കിന്നാ നോക്കട്ടെ 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 എടാ EMSനെ വിളിക്കടാ മുത്തേ EMS ഇല്ലേ അമ്പത്തൂരൊക്കെ ഓടിന്ന അമ്പത്തൂരൊക്കെ ഉണ്ടാവടാ അമ്പത്തൂരൊക്കെ അവിടെ ഉണ്ടാവും EMS എന്താടാ ഇത് എന്താ EMS വരാത്ത അവരങ്ങ് വിളിക്ക് വന്നു കഴിഞ്ഞാൽ ഷെയ്ക്കിന് റാമ്പർ നോക്കാം ഷെയ്ക്ക് ഇവിടെ ഉണ്ട് 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 ആള് ഇതൊക്കെ ഇവിടെ ഉണ്ട് 21 ആള് 5 6 7 8 9 രാജുഭായി വന്ന് ഇത് KVA അല്ലേടാ അത് എന്താണ് EMSനെ വിളിക്കല്ലേ ലീഡർ അവിടെ കിടക്കുന്നുണ്ട് കോ ലീഡർ ഇവിടെ ഉണ്ട് ഓക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റൂലേ ഇല്ല 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 അവര് വരണടാ EMS ഇല്ലല്ലോ EMS ഉണ്ട് EMSനെ വിളിക്ക് ഡെഡ് കെയർ അടിക്കാൻ പാടില്ല വിളിച്ചിണ്ട് അതിനെ വരണ്ടേ വലിയ സീൻ നടക്കാൻ പോവാന്ന് ഗൈസ്
വിഷയാവത്. അടിയായി. KVA ലോഡിങ്ങോ? വേറെ KVA വരും മിക്കവാറും. അത് അങ്ങനെയല്ല ഇപ്പോൾ കാര്യങ്ങൾ. അലയൻസ് പോലെയല്ല പോകുന്നത്. ഇതെന്താടാ പുതുക്കില് ഫുള്ള് ഇതെന്താ എങ്ങനാ? ഇവന്മാരെന്താടാ പൊക്കാത്ത്? EMS വരൂല. 6:45 മിനിറ്റ് ഇങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. എന്താടാ ഇത്? ആരാണ് ഈ എലിയിലൊക്കെ? ബ്രോ ബാക്കപ്പ് വിളിക്കുന്ന? ബാക്കപ്പിന്റെ ആവശ്യമില്ലല്ലോ. ഇനീഷ്യൽ സിറ്റുവേഷൻ കഴിഞ്ഞു. അപ്പാപ്പനെ ഹോസ്റ്റേജ് എടുത്തല്ലേ നടാവന്മാർ ഒരു വട്ടം? ഇതാരാ? ആ ഹെലികോപ്റ്റർ ആണ് ഈ ഒച്ചപ്പാട് ഉണ്ടാക്കണത്. ഒന്ന് പോയാണ് ചങ്ങായി ഇവിടുന്ന്. ഹോസ്റ്റേജ് എടുക്കാൻ പൊന്തണ്ടേ? ഹോസ്റ്റേജ് ആക്കണ മിക്കവാറും ആക്കണ കാണണുണ്ടോ? അവിടെ കാണണുണ്ടോ? അത് അമ്പത്തൂരായിരിക്കും നമ്മളെ ചെക്കന്മാർ നിൽക്കണത്. റാംബോ അമ്പത്തൂരായിരിക്കും അത് മിക്കവാറും. കണ്ടിട്ട് മുടി കണ്ടിട്ട് നീല കളറാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കണത് കണ്ടിട്ട്. സിറ്റിസൺസ് അറൗണ്ട് ഇന്റർഫിയറിംഗ് ഗാങ് സിറ്റുവേഷൻ. ആരൊക്കെയാടാ ഈ വരുന്ന? വണ്ടികൾ ഫുള്ള് വന്നു നമ്മളുടെ. ഇത് EMS എവിടെ? എനിക്ക് അറിയില്ല. ഇതാണ് ഞാൻ പറയണത്. EMS ഒക്കെ എവിടെ? For Falcon, for Appapan. ഇതെന്തൊരു കഷ്ടമാണ്. ആരും പൊക്കാനും ഇല്ല. മയില് നമ്മളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ EMS ഒന്നും പിന്നെ ഈ ബൈക്ക് വരൂല തോന്നുന്നുണ്ട്. പൂറ് പരിപാടി.
ആരാടാ തെറ്റി കളിക്കുന്നത്? പപ്പടത്തിനാണോ ഗൈസ് ആദ്യം അടിച്ചത്? ഈ 2M സൈസോൺ ആകാൻ വേണ്ടിയാണ്ട് എനിക്ക് ഞാൻ പറയുന്നില്ല. പൊക്കിയ പിന്നെ ഇതാവൂലേ? അല്ലാഹുവേ, റെഡ് വണ്ടി അവരുടേതാണെന്നോ? എടാ മെറ്റ പറയലടാ. മലര് ഇതൊരു കഷ്ടം. അല്ല, ഹോസ്റ്റൽ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടാവും 2 മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിലും. എടാ ഇതെന്ത്? ഞാനും കരുതി ഇതെന്താ ശരി ഇത്ര EMS എനിക്കറിയില്ല. ഒരാളും വരുന്നില്ല. അതെ ഞാൻ നോക്കണേ. എടാ 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 എല്ലാരും ഒന്ന് വന്നാണ്, എല്ലാരും ഒന്ന് വന്നാണ്. പിങ്കില് വാ, പിങ്കില് വാ. എടാ എടാ അതെ 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 അമ്പത്തൂറിയ. എടാ ഞാൻ പറയട്ടെ, ഗ്യാങ് ഹൗസ് കൊണ്ടുപോവാ, ഗ്യാങ് ഹൗസ് കൊണ്ടുപോവാ ഇവിടുന്ന്. അല്ലല്ല ഡെഡ് ബോയ് അവൻ ഇല്ല ഡെഡ് കടി അടിക്കണ്ട. ഡെഡ് കാരി അടിക്കണ്ട. നമ്മുടെ ആളിനെ എന്തിനാ വെടിച്ചേർത്ത്? നിങ്ങളാളെ വന്നല്ലോ. ഹലോ ഇർമാൻ, നമ്മുടെ വെടിവെച്ച എന്തിനാ? നിങ്ങൾക്ക് സിറ്റുവേഷൻ അല്ലല്ലേ ഇർമാൻ നിങ്ങളെ ഫയർ ചെയ്തില്ല. നിങ്ങളെ ഫയർ ആരെ ഫയർ ചെയ്ത? എടാ കൊത്തി ഹലോ എടാ ഒരു ഇത് കണ്ടാണ് ലിഫ്റ്റ് അപ്പ് ചെയ്താണ്. എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാ, അത് മൈൻഡ് ചെയ്യണ്ട. KVന്റെ കോണ കേക്കണ്ട. എല്ലാരും തിരിച്ച് ഗ്യാങ് ഹൗസിൽ വാ. എല്ലാരും തിരിച്ച് ഗ്യാങ് ഹൗസിൽ വാ. എടാ എടാ ഇതെന്താ വണ്ടി കയറാൻ കഴിയത്ത്? എടാ എല്ലാരും ഗ്യാങ് ഹൗസിൽ വാ. ഇല്ല അവന്മാർക്ക് നമ്മുടെ മണം പിടിച്ചത്. ഒറ്റ കാര്യമുള്ളൂ, ഗ്യാങ് ഹൗസിൽ വാ. അവിടെ ഇന്ന് സംസാരിച്ച് സിറ്റുവേഷൻ ആക്കണ്ട. അവന്മാർ എന്തോ ചോദിച്ചാലും ഒന്നും പറയണ്ട. ഗ്യാങ് ഹൗസിൽ വാ, വേറെ ഒന്നുമില്ല. ഗ്യാങ് ഹൗസിൽ വാ. ഫ്രസ്ട്രേറ്റഡ് പുണ്ടാളാ. അതെ എങ്ങനെയെങ്കിലും ഇത് ആവണ്ടേ? എടാ ഒരാള് മറ്റേതുണ്ടെങ്കിൽ വെച്ചാണ്ടാ വണ്ടിയില്. ഹെൽത്ത് കിറ്റ്, ആർമർ.
ഞാൻ ഒരു കാര്യം പറയാം. ഇവനെ ബേൺ ചെയ്തെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ ആദ്യം ഇവനെ കത്തിനോട് സോ വേറെ ഒരു ബോഡി എടുത്തു കേട്ടോ. ഇല്ലടാ ആന അപ്പൊ തന്നെ ട്രാക്ക് ചെയ്തു. ദൈവം കണ്ടില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പോലെ ഒപ്പീനിയൻ ആരെടുത്ത് ചോദ്യം ഒപ്പീനിയൻ ആരും വാടക്കേണ്ട താഴെ കൊണ്ടുപോ അവനെ ഹോസ്റ്റേജിന് ഇതാക്കാം. ചന്ത സംസാരിക്കാതെ താഴെ വന്നിട്ട് കിടന്ന് കലവില കൂട്ടല്ലേ. എനിക്ക് അവന്റെ അടുത്ത് ആ പുണ്ടെടുത്ത് എനിക്ക് 2 ഡയലോഗ് പറയാനുള്ളൂ. കൊണ്ടുപോവാ ആ പാന്റ് ഒന്ന് ഊരിക്കടാ. ചില കാര്യങ്ങൾ മറക്കാൻ പാടില്ല എന്നാ മറക്കൂലടാ. നീ കൊണ വേണ്ട മനസ്സിലായ. നീ നമ്മൾ പറയണ കേട്ടാ മതി. നീ നമ്മൾ പറയണ കേട്ടാ നടന്നാ മതി. റാംബോ ഷെയ്ഖ് ബ്രോ എന്ന് പറഞ്ഞേ. റാംബോ ഷെയ്ഖ് ബ്രോ ആ പുള്ളിനെ കത്തിച്ചാണോ? ഹെൽപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇല്ല നമ്മൾ പുള്ളിനെ കത്തിച്ചിട്ടില്ലല്ലോ. പുള്ളിനെ മാറ്റി ബാക്കിയുള്ള ആൾക്കാരെ എനിക്ക് പുള്ളിയുടെ PO ചെക്ക് ചെയ്യണം. ഒന്ന് ഹോൾഡാക്കി തന്നെ. ഇതൊന്ന് ഹോൾഡാക്കി തരാം. ഒരു സെക്കൻഡ്. 51 ഞാൻ വിളിക്കുന്നുണ്ടേ. ഞാനൊരു കാര്യം പറയാം. അതാണെന്നുണ്ടെങ്കിൽ അവനോട് മര്യാദ സംസാരിക്കാൻ പറഞ്ഞ അവനെ നിങ്ങൾ വിളിച്ചു കൊണ്ടുപോകുമ്പോ പിന്നെ ഓ മാസം അടിക്കാൻ പാടില്ല. ഒരു മിനിറ്റ്. ഇത് നിങ്ങൾ 2 സൈഡിലുമാണ് ഞാൻ പറഞ്ഞത്. പുള്ളി അത് നിങ്ങളുടെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ട്. പുള്ളിയോട് പറയാൻ എനിക്കറിയാം. നിങ്ങൾ എല്ലാരും സൈലന്റ് ആക്കി. എല്ലാരും നമ്മളെ സൈലന്റ് ആവും. ഞാൻ അവിടുത്തെ ഒന്നും വേണ്ടില്ല. ഞാൻ കാര്യം പറയട്ടെ. ഇവര് പറഞ്ഞ ദൈവം കണ്ടാൽ മാത്രമാണ് ഇത് മറ്റേ GR മേടിച്ചുള്ളൂ. ഇവര് പറയും GR അടിച്ചു അപ്പൊ തന്നെ കിട്ടി. ഇത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് GR അടിക്കുന്നത്. ഇനി കത്തിച്ചാൽ തന്നെ അത് വേറെ കാര്യം. അല്ല അത് വെരിഫൈ ചെയ്താണ്ട് ചിലപ്പോ GR അടിച്ചു വിടും. അതുണ്ടാവുക. അങ്ങനെ കത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് കുണ്ണയാണെന്നുള്ളത് എനിക്ക് അറിയണം. മനസ്സിലായ? എനിക്ക് തോന്നണം അപ്പാപ്പനാണെന്ന് തോന്നണം. ഞാൻ POV കണ്ടതാന്ന്. ഓന്റെ POV ചെക്ക് ചെയ്യട്ടോ. ഓന്റെ POV വെരിഫൈ ചെയ്യട്ടെ. ചീത്ത വിളിക്കല്ല. ഗോഡ് കിക്ക് മിണ്ടായിരിടാ മുത്തേ. എടാ മിണ്ടായിരുന്നേ. സംസാരം മിണ്ടായിരുന്നേ. എല്ലാരും അഭിപ്രായങ്ങളൊന്നും ആരും പറയാൻ നിൽക്കണ്ട ഇപ്പൊ തൽക്കാലം. മനസ്സിലായോ? കഴിയട്ടെ, സിറ്റുവേഷൻ കഴിയട്ടെ. വെയിറ്റ് ആക്ക്. അല്ല ഇങ്ങോട്ട് ചോദിച്ചു വന്നതാ രാജുഭായി. ഇങ്ങോട്ട് ചോദിച്ചു വന്നതാ. പപ്പു എന്തെടാ? ഫ്ലഫി ആരാണ്? പേരൊന്നും പറയുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ. എടാ നീ അവിടുന്ന് വലി. ഞാൻ ഓൺ ഫുട്ട്. എന്നെ ചുമ്മാ ഓടിച്ചിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഒരാള് പോയി ഞാനും മേക്കാ പോന്നെ. ഞങ്ങള് നല്ല കാര്യം മേക്കെ. എനക്ക് വീഡിയോ തരാനായിട്ടുണ്ടായതാണ് നീ. ഫ്ലഫി ഡൗൺ ആയിടാ. ഫ്ലഫി ഡൗൺ ആയി തോന്നുന്നുണ്ട്.
കൊതമ്പൊട്ടിയാതൻ അത് മിക്കവാറും അല്ല പറയുന്നില്ല. എടാ ഇതിപ്പോ പോയിട്ട് എന്താ കാര്യം? ഫ്ലഫി ഡൗൺ ആയില്ലേ? പോയിട്ട് കാര്യം ഉണ്ടഞ്ഞേ കുമാരൻ നമ്മളെ കണ്ടാലും ചിലപ്പോ മിക്കവാറും അടിക്കും. ബാക്കപ്പും ഉണ്ടാവില്ല. അൺവാണ്ടഡ് സിറ്റോ ഞാൻ പറയട്ടെ, അലയൻസ് ആണ് ഗൈസ്. അലയൻസ് മനസ്സിലായോ? അലയൻസ് അറിയില്ല, അത് ഡൗൺ ആയി തോന്നുന്നുണ്ട്. നമ്മളാണ്ട് പോയിട്ടില്ല, നമ്മൾ ഭൗതികൊന്നും മടങ്ങി. കാരണം എന്താ വെച്ചാൽ അവിടെ ഇല്ല, നോക്കിട്ട് നമ്മൾ എല്ലാരും പോണ്ടി വരും. മനസ്സിലായോ? എല്ലാരും വണ്ടി എടുത്ത് പറഞ്ഞ സമയത്തിന് എവിടുന്നാ ഡൗൺ ആയത് പറഞ്ഞേ? അവൻ മുതുക്ക് സസ്പെൻഷൻ വരെ കിട്ടും. മനസ്സിലായോ? ഇതിപ്പം ഫ്ലഫിയുടെ അടുത്ത് എന്തൊരു കാണിച്ചിട്ടന്മാര് ഇവിടെ ഉണ്ട്. ഇവിടെ കാണുന്നില്ല ഫ്ലഫീനെ. ഇതെന്താണ്? എന്താ ടി വി ഫിറ്റ് ചെയ്യുന്നതിന്റെ അടിയില് ഫ്ലഫി നമ്മളെ ഗാങ് ഡ്രസ് ആണത്. അവിടെ ഫ്ലഫി ഡൗൺ ആണ് തോന്നുന്നുണ്ട് കേട്ടോ. കെ വി തന്നെയാണ് എടുത്ത് തോന്നുന്നുണ്ട്. പിള്ളേരെ ഇങ്ങോട്ട് വിളിച്ചാലോ? ഫ്ലഫി ഡൗൺ ആണ് തോന്നുന്നുണ്ട്. മുതുക്ക് പമ്പിന്റെ ഓപ്പോസിറ്റ് കെവിന്റെ വണ്ടിയാണ് ഫുള്ള് ചുറ്റി നിൽക്കുന്നത്. അങ്ങോട്ട് അപ്പൊ കെ വി ഹോസ്റ്റേജ് എടുക്കാൻ നിൽക്കണോ എടാ EMS വന്ന് പൊക്കി കൊടുക്കുന്നേ. അത് അമ്മ മറ്റേ ഇത് ചെയ്യുവാ ഇപ്പൊ മറ്റല്ല ഓരോരോ വണ്ടി ടി വി എങ്ങനെ അടിക്കാം? ടി വി ഓക്സിജൻ വണ്ടി എടുത്തിട്ട് കണ്ടി വണ്ടി പോണായിരുന്നു. എടാ ഈ കണ്ടികളൊക്കെ ഇവരെ ഹോസ്റ്റേജ് നമ്മളെ കയ്യിലുണ്ടായിട്ട് പിന്നെ എങ്ങനെ ഇവന്മാര് സിറ്റുവേഷൻ എടുക്കുക? ശരിക്കും ഹോൾഡ് ചെയ്ത് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഈ വണ്ടിയിലെടുത്ത് കേവിയുടെ ഗ്യാങ് വണ്ടി അടിക്കുന്നടാ അതിന്റെ ഇടയിൽ കൂടെ. എടാ ടി വിനെ വിട്, കെവിനെ പിടി. ആ ഫ്ലഫിനെ ഹോസ്റ്റേജ് എടുത്തവനെ പിടിയടാ. അവന്മാരെ പിടി. അവനെ പിടി, ഇവനെ പിടി, ഇവിടെ പിടി. ഈ വണ്ടി ഇല്ല ഞാൻ അടിക്കല്ല. അവന്മാരെ ഹോസ്റ്റേജ് ഇട്ട് എടാ ഞാൻ പറയട്ടെ, ഈ കുണ്ണകൾക്ക് ഇതേമാരിക്കത്തെ തോന്നിയ നിയമം കാണിക്കാന്നുണ്ടെങ്കിൽ നമ്മക്ക് എന്തത് ചെയ്തൂടെ? എടാ പച്ചവാണങ്ങളെ പച്ചത്തിട്ട് പച്ച കണ്ടുകളെ മയിലാള് വഴി. അതെ ടി വി എങ്ങനെയാടാ ഇതിന്റെ ഇടയിൽ അടിക്കുന്ന? ഉമ്മാരെ ഹോസ്റ്റേജ് നമ്മളെ കയ്യിലല്ലേ? ഇതെന്ത് പരിപാടിയാണിത്? തോന്നിയ നിയമം തോന്നിയ കളി ഇവിടെ. കാണിക്കില്ലെന്ന് പറ, നമ്മുടെ ഹെൽപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് മതി.
എടാ അറിഞ്ഞ അടിക്കട എല്ലാ പൂറിയോലെ അടിക്കുക അത് അറിഞ്ഞ അടിച്ചിട്ട് തീർത്തിട്ട് പോന്നാ മതി മയിരാള് തോന്നിയ പോലെ കളിക്കുന്ന ഒരു കുണ്ടാൾ ഇവിടെ കളിക്കണ്ട എന്ത് മയിരിനെ പിന്നെ നമ്മളൊക്കെ ഇവിടെ ഓമാര് കേവിയും ടീമിയും പാടെ നിന്ന് അടിക്കാൻ നമ്മൾ പിന്നെ എന്ത് ഊമ്പാനാണ് ഈ സെർവറിൽ കളിച്ചത് മയിര് ഇവിടെ അടിയടാ എല്ലാരും അടി എല്ലാരും അടി ഇവിടുന്ന് ഇറങ്ങി പോയാലും വണ്ടിയിൽ മയിരാൾ അടിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി തോന്നിയ മാറി കളിക്കാം മയിര് പിന്നെ ഇവിടെ ഹോസ്റ്റേജ് ഉണ്ടായതുകൊണ്ട് പിന്നെ ഗ്യാങ് ഹൗസിന് അകത്തന്നെ വേണം ഇവര് അടിച്ചോ എന്ത് മയിര് പരിപാടിയാണിത് ഹോൾഡ് ഇട്ടാ പിന്നെ ഈ പറയുകൾക്ക് അറിയില്ലേ പിന്നെ ഇത് കളിക്കാൻ പാടില്ല എന്നുള്ളത് എടാ നീ അങ്ങോട്ട് കേവിന്റെ ഗ്യാങ് ഹൗസിന്റെ അവിടെ വിട്ടാണ് കേവി ഗ്യാങ് ഹൗസിന്റെ അവിടെ കുത്തിച്ചോ കുത്തിച്ചാണ് കുത്തിക്കോ കുത്തി ഒന്ന് എന്ത് വേണ്ടാന്ന് ഈ മയിരൊക്കെ തോന്നുന്ന മാതിരി കളിക്കുന്നുണ്ട് പിന്നെ എന്താണ് നമ്മൾ ഇതൊക്കെ മയിര് തോന്നിയ പോലുള്ള കളിയാ തോന്നിയ പോലുള്ള കളി പൂറ് ഉമ്മാർക്ക് എന്തും ചെയ്യാന്നോ മയിര് കളി ടീം ഫയറാ ടീം ഫയറാ